മോശമായി പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. പ്രത്യേകിച്ച് വെളിയിൽ അകത്തിരിക്കാൻ. കാരണം വിത്ത് പുറത്ത് വരണമെങ്കിൽ അത് മഞ്ഞും മഴയും കാറ്റും വെയിലും എല്ലാം കൊള്ളണം. എങ്കിൽ മാത്രമേ വിത്ത് പുറത്ത് വരത്തുള്ളൂ. ഞാൻ അകത്തിരുന്നൊരു വിത്ത. പകയ്ക്കുന്നവർ മധ്യേയും തള്ളിയവർ മധ്യേയും മേശയൊരുക്കി എന്നെ മാനിച്ച എൻ ദൈവമേ. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യേയും മേശയൊരുക്കി എന്നെ മാനിച്ച എൻ ദൈവമേ. എന്തു ഞാൻ പകരം നൽകും? 1000 പാട്ടുകളോ ജീവകാലം മുഴുവൻ രക്ഷയോർത്തിടും ഞാൻ. കർത്താവേ, ഈ പാട്ടിനെ വല്ലാതെ ടച്ച് ചെയ്തു. എന്തു ഞാൻ പകരം തരും? ഈ ജീവകാലം കർത്താവ് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, കാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. നമ്മുടെ ഭർത്താക്കന്മാരുടെ മേൽ വ്യാപരിക്കുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ല. ഈ ദിവസങ്ങളിൽ ഇതെല്ലാം കുടഞ്ഞു കളഞ്ഞ് നമ്മളെ അവരെ കൊണ്ട് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നത് മൂർച്ചയേറിയ ഒരു ആയുധമാക്കി മാറ്റാനാണെന്നുള്ള ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. ഒരു മനുഷ്യരും നമുക്ക് എതിരെ സംസാരിക്കുന്നവരല്ല. നമ്മുടെ കൂടെയുള്ളവര് നമ്മുടെ ഏറ്റവും കൂടുതൽ പകയ്ക്കുന്നവരാ. പക്ഷെ എങ്കിലും അവരെ ദൈവം നമുക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. കാരണം നമ്മുടെ ഇരുമ്പ് ഒരായുധം വേണമല്ലോ, ഇരുമ്പിന് മൂർച്ച കൂടാൻ. അപ്പം അതേ ആയുധമാണ് നമ്മുടെ കൂടെയുള്ളവരെല്ലാം. അപ്പൊ അവരെല്ലാം കൊണ്ടാ നമ്മളെ ഈ മൂർച്ച കൂട്ടുന്നത്. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ നിന്ദിച്ച് പറഞ്ഞെന്നല്ല, അങ്ങനെ ഒരു ഇത് പറയരുത്. കാരണം എന്റെ ഹസ്ബൻഡായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വ്യക്തി. പക്ഷെ ഇന്ന് എനിക്ക് ഒറ്റ കാര്യം മാത്രം ഞാനന്ന് കർത്താവിനോട് പറഞ്ഞോളൂ, എന്റെ കൂടെ ഇരുന്ന് എന്റെ ഒപ്പം ഇരുന്ന് ആരാധിക്കാൻ എനിക്ക് വേണം അപ്പ. ആ മനുഷ്യൻ എനിക്ക് തരണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ദൈവം അത് തന്നു. ഇന്ന് എന്റെ കൂടെ ഇരിക്കാനും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ എന്റെ കൂടെ എന്റെ ഒപ്പം ഏറ്റവും കൂടുതൽ പകച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് എന്റെ കൂടെ തന്നെയുണ്ട്. വിശ്വാസത്തോടെ ഞാൻ മുന്നോട്ട് പോകുന്നു. പിന്നെ പാസ്റ്റർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒത്തിരി പേര് കായംകുളത്തുണ്ട്. ഇന്ന് ഒരുപാട് പേര് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ജയൊക്കെ ഉണ്ട് എന്റെ കൂടെ, ദീനയുണ്ട്, ഉണ്ട്, ധനിയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എല്ലാവരോടും പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് എന്താ പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാനന്ന് സാക്ഷ്യം പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇന്ന് എനിക്കറിയില്ല. കർത്താവ് നയിക്കുന്നത് പോലെ പോകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്കൊരു മെസ്സേജ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞങ്ങളും ഇതുപോലെ ഒരു 5-6 പേര് ഞങ്ങൾക്കുണ്ട്. അപ്പൊ ഞങ്ങളും ഇതുപോലെ ഇരുന്ന് രാത്രിയിൽ ഇങ്ങനെ ഞങ്ങൾ ആദ്യം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിരുന്നു ഇരുന്നത്. പിന്നെ ആ പ്രാർത്ഥന ഞങ്ങളിലേക്ക് മാറി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ ഉള്ളവർ വിടുവിക്കപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ടു, വചനം പഠിക്കുക, വചനത്തിലൂടെ പോവുക. അപ്പം വചനം അങ്ങനെ ഞങ്ങൾക്ക് ആർക്കും വചനം ഇങ്ങനെ പറഞ്ഞു തരാനോ എടുക്കാനോ ഒന്നും അറിയാത്തവര്. ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല എന്താണ് വചനമെന്നോ എന്താണോ എങ്ങനെയാണെന്നൊന്നും പറയാൻ അറിയത്തില്ല. പക്ഷേ ദൈവാത്മാവ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് ചരിക്കാൻ തുടങ്ങി. അപ്പം ഈ മത്തായി 25-ാം അധ്യായം വരെ ഞങ്ങളിപ്പോ എത്തി നിൽക്കുകയാണ്. കാരണം ഓരോ ദിവസവും ഓരോരുത്തർ ഓരോ അധ്യായം പ്രാർത്ഥിക്കും, വായിക്കും. അതിനകത്ത് അവർക്ക് എന്താണോ പരിശുദ്ധാത്മാവ് തോന്നിയത് അത് രാത്രി കാലങ്ങളിൽ ഞങ്ങൾ സംസാരിക്കും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ഒരു ലെവലിലേക്ക് ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക. അത് ദൈവം ഞങ്ങളെ നടത്തുന്നത് തന്നെ, ആരും ഞങ്ങളെ പറഞ്ഞു ചെയ്യിപ്പിച്ചതല്ല. പരിശുദ്ധാത്മാവ് തന്നെ ഓരോ ദിവസം ഞങ്ങൾക്ക് തോന്നും. ഇന്നൊരാൾക്ക് പാട്ട് പാടാനാ തോന്നുമെങ്കിൽ അന്ന് അയാൾ പാട്ട് പാടും. ഇന്ന് ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ, കാരണം എന്റെ ജയൊക്കെ പാസ്റ്ററിന് അറിയാം, നല്ല രീതിയിൽ ഒന്ന് പ്രാർത്ഥിക്കാനോ ഒന്ന് പറയാനോ പോലും അറിയാൻ വയ്യാത്ത എന്റെ ജയക്ക ഇന്ന് പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുക. നിർമ്മലയക്ക, ജയക്ക. പക്ഷേ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം. അതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ അനുഭവിക്കുന്നത് നമ്മുടെ ദേവിച്ചേച്ചി മാത്രമേ ഉള്ളൂ. പക്ഷെ പുള്ളിക്കാരത്തേക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാനോ എടുക്കാനോ ഒന്നും ഹസ്ബൻഡ് സമ്മതിക്കത്തില്ല. നേരത്തെ പറഞ്ഞ ആന്റിയുടെ ഹസ്ബൻഡിനെ പോലെ ആകാം, ചിലപ്പം ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്കിലും ഞങ്ങൾ പിടിച്ചു വെളിയിലിടാൻ നോക്കുന്നുണ്ട് കഴിവതും. ഇന്ന് ഞങ്ങൾക്ക് 26-ാം അധ്യായം എടുക്കേണ്ടത് ദേവിച്ചേച്ചിയാ. പക്ഷേ പാസ്റ്റർ എന്നോട് മെസ്സേജ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഇതാണ് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലെ ഒരു മനുഷ്യന്റെ ഒരു താലന്ത് ഏൽപ്പിച്ചിട്ട് പോകുന്നത്. ആ താലന്ത് ഏൽപ്പിച്ചിട്ട് പോകുന്ന ആ മനുഷ്യനെ കുറിച്ചാണ് ഞാൻ ഇന്നലെ ഞങ്ങളുടെ പ്രേയറിനകത്ത് പറഞ്ഞത്.
പക്ഷെ അതെന്നെ ഞാൻ പണ്ട് എപ്പോഴും ബൈബിൾ വായിക്കും. പക്ഷെ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ഈ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് ബൈബിൾ എങ്ങനെയാണോ എന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ജസ്റ്റ് വായിച്ചു പോകുമ്പോൾ ഓ യെസ് ജസ്റ്റ് വായിച്ചു പോയി, എല്ലാം മനസ്സിലായി, അടച്ചു വെച്ചു. പക്ഷെ ഇത് നമ്മൾ പറയണമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കാനിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം അത് വേറെയാ. അതിനകത്തൂടെ ഒക്കെ ദൈവം ഇങ്ങനെ കൊണ്ടുപോകും. കുറെ നാളുകൾക്ക് മുമ്പ് കർത്താവ് എന്നോട് ഇടപെട്ടത്, അല്പത്തിൽ നീ വിശ്വസ്തയായിരുന്നാൽ ഞാൻ നിന്നെ അധികത്തിൽ വിചാരകയാക്കുമെന്ന്. പക്ഷെ അതെനിക്ക് അറിയത്തില്ലായിരുന്നു അതെന്തുവാണെന്ന്. ഞാൻ ഇപ്പൊ കർത്താവെ അതെന്തുവാന്ന് ഞാൻ എപ്പോഴല്ല, ബാംഗ്ലൂരിൽ ഒരു വട്ടം പോയി ചർച്ചിൽ പോയ സമയത്ത്, ബാംഗ്ലൂരിൽ ആന്റി ഉണ്ട്, അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കർത്താവ് എന്നോട് ഇടപെട്ടതാണ്, അല്പത്തിൽ നീ വിശ്വസ്തയായിരുന്ന നിന്നെ അധികത്തിൽ വിചാരകയാക്കും. ഇപ്പൊ 1 വർഷം കഴിഞ്ഞു ആ വചനം എന്നോട് ഇടപെട്ടിട്ട്. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കർത്താവെ അതെന്താണെന്ന്. പക്ഷെ ഇന്നലത്തെ ദിവസം ദൈവം എന്നെ അതിലൂടെ കൊണ്ടുപോയി അതെന്തായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഈ ദിവസങ്ങളിലെല്ലാം മടി കൂടിയും എന്താ പറഞ്ഞ പേടിച്ചും ഭയന്നും ഒളിഞ്ഞിരിക്കുന്ന ചില മനുഷ്യരുണ്ട്. എങ്ങനെ പുറത്തു വരണമെന്ന് ചോദിച്ചും ഞാൻ എങ്ങനെ കർത്താവിനെ അറിയും എന്ന് ചോദിച്ചു. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതായതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഞങ്ങൾക്കുണ്ട്. അപ്പം പുറകിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. കാരണം ക്രിസ്ത്യൻ ആവുമ്പോൾ അവർക്ക് പിന്നെ കുഴപ്പമില്ല, എന്നാൽ കുഴപ്പമില്ലെന്നല്ല, എന്നാലും ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഒരു ചെറിയ പ്രയാസമേ, കർത്താവിനെ അല്ലേ വിളിക്കുന്നത് എന്നുള്ള ഒരു ഇത്. പക്ഷെ എന്നാലും ഞങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. 30 കോടി ദൈവങ്ങളും ദേവതമാരും ദേവിമാരും ഒക്കെയൊക്കെ ആശ്രയിച്ച് ജീവിച്ചവരായതുകൊണ്ട് തന്നെ ക്രിസ്തുവിങ്കിലേക്ക് വരാൻ ഇച്ചിരി കട്ടിയാണ്. കാരണം പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ആചാരങ്ങൾ പെന്തക്കോസ്ത് വിശ്വാസമോ ക്രിസ്ത്യൻ വിശ്വാസമോ മുസ്ലിം വിശ്വാസമോ ഒന്നും ഇല്ല. ഞങ്ങളെല്ലാം അമ്പലങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ ഇത് വലിയ പാടായി. എനിക്ക് പാടായിരുന്നു എന്ന് ചോദിച്ചാൽ, എന്റെ കർത്താവ് ആരും വന്ന് തലയെ കൈവച്ച് ക്രിസ്തുവിനെ അറിയിപ്പ്, ഞാൻ അത് സാക്ഷ്യത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, എങ്കിലും ഞാനൊന്ന് പറയാ. ആരും വന്ന് ക്രിസ്തുവിനെ അറിയിച്ച് അല്ല, ആരും വന്ന് ഞാൻ കൈതൊട്ട് പ്രാർത്ഥിച്ച് കർത്താവിലേക്ക് കൊണ്ടുവന്നില്ല. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, ദൈവത്തെ അറിയണമെന്ന് ഞാൻ നന്നായി ആഗ്രഹിച്ച സമയത്ത് കർത്താവ് തന്നെ ഇറങ്ങി വന്ന് എന്നെ തൊട്ട് അഭിഷേകം ചെയ്ത് ഇത്രത്തോളം എത്തിച്ചതാ. അത് മറ്റാർക്കും ആ ക്രെഡിറ്റ് ഇല്ല എന്ന് തന്നെ. കാരണം കർത്താവ് തൊട്ട ഒരാളാണ്. അത് മോശമായി പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. പ്രത്യേകിച്ച് വെളിയിൽ അകത്തിരിക്കാൻ. കാരണം വിത്ത് പുറത്ത് വരണമെങ്കിൽ അത് മഞ്ഞും മഴയും കാറ്റും വെയിലും എല്ലാം കൊള്ളണം. എങ്കിൽ മാത്രമേ വിത്ത് പുറത്ത് വരത്തുള്ളൂ. ഞാൻ അകത്തിരുന്നൊരു വിത്താ. അപ്പം കർത്താവിൽ പറയുന്നു, ആരെയും പ്രശംസിപ്പാനോ പുകഴുവാനോ നമുക്ക് ആർക്കും അനുവാദമില്ല. കാരണം ക്രിസ്തുവിലാണ് നമ്മുടെ പ്രശംസ. അപ്പം ദൈവം ഉപയോഗിക്കുന്ന ചില വ്യക്തികളുണ്ട്. ആ വ്യക്തിയിലൂടെ ആ സമയത്ത് പുറത്തു വരേണ്ടവർ പുറത്തു വന്നേ പറ്റൂ. അപ്പം ചിലപ്പം എന്നെ പുറത്തെടുക്കാൻ ദൈവം കണ്ട ഒരു വ്യക്തി ആയിരിക്കാം റാണി പാസ്റ്റർ. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം പ്രശംസ അവിടുന്നേക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. അവിടത്തേക്ക് ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാരണം കർത്താവിലല്ലാത്ത ഒരു പ്രശംസയും നമുക്ക് നല്ലതല്ല. അവിടെ പൗലോസ് പറയുന്ന പോലെ അവിടുത്തെ പ്രശംസയാണ്. അവിടുന്നാണ് നമ്മളെ നടത്തുന്നത്, അവിടുന്നാണ് നമുക്ക് നിർത്തുന്നത്. അതുകൊണ്ട് ആത്മപ്രശംസ നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നതുമില്ല. പക്ഷെ എന്നെ കണ്ടതുകൊണ്ടാണ് എന്റെ കൂടെയുള്ളവർ ഒത്തിരി പേരും ക്രിസ്തുവിലേക്ക് വന്നത്. അല്ലായിരുന്നെങ്കിൽ അവരൊന്നും ക്രിസ്തുവിലേക്ക് വരത്തില്ല. കർത്താവ് എന്നെ ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു വിത്ത് എങ്ങനെ പൊട്ടി പുറത്തു വരുമെന്ന്. ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞു പുറത്തു വരുന്ന വേദന നമ്മൾ സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാം അത് എങ്ങനെയാണെന്ന്. അതുപോലെ പെയിനാ ഒരു വിത്ത് പുറത്തു വരുമ്പോഴും. അതേ പെയിൻ ആ വിത്തും അനുഭവിക്കുന്നുണ്ടാകും. കാരണം അതിന് വേണ്ട സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്തേ പറ്റും. ആഴത്തിൽ കിടന്നൊരു വിത്താ ഞാൻ. ആഴത്തിൽ എന്ന് പറഞ്ഞാൽ നന്നേ ആഴത്തിൽ. ആ ആഴത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ എത്ര വർഷം വേണ്ടി വന്നു, എത്ര വർഷത്തെ അധ്വാനം വേണ്ടി വന്നു, എത്ര വർഷത്തെ ത്യാഗം വേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അത് എന്റെ സാക്ഷ്യം പറയും. പക്ഷെ എങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നു, പുറത്തു വന്നത് വലിയൊരു മരമാകാനായിരുന്നു, അനേകർക്ക് തണലൊരുക്കാനായിരുന്നു, അനേകരെ ആശ്വസിപ്പിക്കാനായിരുന്നു എന്ന് ഞാൻ അറിയുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവ് എന്നോട് കഴിഞ്ഞ ദിവസം ഇടപെട്ട ഒരു വചനമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പരദേശത്തേക്ക് പോകുമ്പോൾ, ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ അവന്റെ ദാസനെ വിളിച്ചിട്ട് കുറച്ച് താലന്ത് ഏൽപ്പിച്ചു. 3 പേർക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലെ 14-ാമത്തെ വാക്യം അങ്ങോട്ട് തുടങ്ങുന്നത്, ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചു തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തിക്ക് പോലെ കൊടുത്തു. യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്തു വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 തേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ചു തന്റെ യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു.
ഇതായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ദൈവത്തിന്റെ കൃപയാൽ എടുത്തത്. മറച്ചു വെച്ചു വെളിച്ചത്ത് വരണം. കാരണം മറച്ചു വെച്ചതൊന്നും, ഗൂഢമായതൊന്നും വെളിച്ചത്ത് വരാതിരുന്നിട്ടില്ല ഇന്നേ വരെ. ഇപ്പൊ മറച്ചു വെച്ചത് ആരെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? കാരണം ക്രിസ്തുവിനെ അറിയാതെ, ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞാല്, അയ്യോ ഞാൻ ക്രിസ്തുവിനെയാ വിളിക്കുന്നതെന്ന് അറിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്ത് തോന്നും, എന്ത് പ്രയാസം, അയ്യോ എന്ത് ബുദ്ധിമുട്ട് തോന്നും. കാരണം എന്റെ കുടുംബ പാരമ്പര്യം, എന്റെ വീട്ടുകാർ അങ്ങനെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ചിന്തിക്കുന്ന പല മനുഷ്യരും, ഞാനും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യ സമയങ്ങളിലൊക്കെ ഞാനും ആലോചിച്ചിട്ടുണ്ട്, അയ്യോ ഈ കർത്താവിന്റെ പേര് പറഞ്ഞ ഈ മനുഷ്യരെല്ലാം കൂടെ എന്നെ കൊല്ലത്തില്ലയോ, ഈ മനുഷ്യര് എല്ലാരും. പക്ഷെ എനിക്കൊരു സന്തോഷം പറയാനുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിച്ച ഒരാൾ ഇന്ന് ഈ മീറ്റിങ്ങിനകത്തുണ്ട്, വീണ. ഏറ്റവും കൂടുതൽ അന്ന് ഞാൻ സാക്ഷ്യത്തിനകത്ത് പറഞ്ഞായിരുന്നു, ഏറ്റവും കൂടുതൽ പിടിച്ചു കെട്ടി ഇത് ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല, എങ്കിൽ പോലും അവളായിരുന്നു എന്നെ മൂർച്ച കൂട്ടിയതിനകത്ത് ഒന്നാമത്തെ ഒരാള് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾ എല്ലാവരും ആ കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അവൾ ഏറ്റവും കൂടുതൽ ഞാനിങ്ങനെ ഹല്ലേലൂയ. ഒരു സ്തോത്രം. ഏറ്റവും കൂടുതൽ ഇങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമം, കാരണം എന്റെ സഹോദരിയല്ലേ, അപ്പൊ അവൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായിരുന്നു. എന്തിനാ ഈ അനുജയൊക്കെ ഇങ്ങനെ ചെയ്തതെന്ന് ഓർത്തിട്ടുള്ള ഒരു വിഷമം അവിടെ ഉള്ളിൽ ജയക്കയുടെ പോലെ തന്നെ അവക്കും തോന്നി. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നൊക്കെ പറയുന്ന പോലെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അവളെ മൂർച്ച കൂട്ടാനൂടെ ആയിരുന്നു എന്നുള്ളത് ഇന്ന് ഈ ഇതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല, ഉണ്ടായിരിക്കാം. പക്ഷെ ഒത്തിരി സന്തോഷം. അവൾ എന്നോട് പറഞ്ഞായിരുന്നു 2 ദിവസം കൊണ്ട് ഞാൻ പാസ്റ്ററിന്റെ ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എങ്കിലും ഞാൻ ഇന്ന് പറയുന്നു, ഈ താലന്ത് മറച്ചു വെച്ചവനെ പോലെ നമ്മൾ ആകരുത്. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച താലന്ത് അതെന്ത് തന്നെ ആയാലും, ചിലപ്പോൾ ഒരു പ്രവചന ശുശ്രൂഷ ആയിരിക്കാം, ചിലപ്പോൾ ഒന്ന് പാട്ട് പാടാനായിരിക്കാം, ചിലപ്പം ഒരാളോട് എന്തെങ്കിലും സംസാരിക്കാനായിരിക്കാം, ഒരാളുടെ വാക്ക്. ഇപ്പൊ ഇയ്യോബിന്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞ ആ മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച കൂട്ടുകാരായിരിക്കാം, ആ മനുഷ്യന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരാളായിരിക്കാം. പക്ഷേ ഒരു പ്രയാസം വന്നപ്പോ, ഒരു പ്രശ്നം വന്നപ്പം ഏറ്റവും കൂടുതൽ കുത്തിയതും അതേ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. നിന്റെ പാപം കൊണ്ട് തന്നെയാ, നിന്റെ ജീവിതത്തിന്റെ ചര്യകൾ കൊണ്ട് തന്നെയാ. പക്ഷെ ആദ്യം വായിച്ചു വരുമ്പം പറയുന്നുണ്ട്, മക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ പോലും ഇയ്യോബ് അവർക്കെതിരെ യാഗം കഴിച്ച് അവരുടെ പാപത്തിനെ നീക്കുമായിരുന്നു. അങ്ങനെ പോലും ഒരു കുറ്റം ആരോപിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനായിരുന്നു ജോബ്. അപ്പൊ ആ ജോബിനെ പോലും പിശാച് നോട്ടമിട്ടിരുന്നു എങ്കിൽ, അപ്പം പൗലോസിനോട് പറഞ്ഞ പോലെ, കർത്താവ് നിന്നെ പാറ്റാൻ കർത്താവ് എന്നോട് പിശാച് എന്നോട് ചോദിച്ചതാ, പക്ഷെ ഞാൻ കൊടുത്തില്ല. അപ്പൊ എത്ര പ്രാവശ്യം നമ്മളെ പാറ്റാൻ ചോദിച്ചു കാണും, എത്ര പ്രാവശ്യം നമ്മളെ പറപ്പിക്കാൻ ചോദിച്ചു കാണും, പക്ഷെ കർത്താവ് അനുവദിച്ചിട്ടില്ല. കാരണം അത് ദൈവത്തിന് അറിയാം എത്രത്തോളം നമ്മൾ ദൈവസന്നിധി നിൽക്കുമെന്നും, എത്രത്തോളം ദൈവത്തോട് നമ്മൾ ഇത് കാണിക്കും. ഈ ജോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഇതുപോലെ നീതിമാനായ മനുഷ്യനുണ്ടായിരുന്നു. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ ജോബ് എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്ന മനുഷ്യനാണോ അതോ സാങ്കല്പികമാണോ എന്ന് തോന്നിട്ടുണ്ട്. പക്ഷേ യോവേൽ പ്രവചനത്തിന്റെ പുസ്തകത്തിനകത്താണെന്ന് തോന്നുന്നു ജോബിനെ പറ്റി പറയുന്നുണ്ട്. ജോബ്, മോശ, അങ്ങനെ 4 പേരെ കുറിച്ച് പറയുന്നതിനകത്ത് ജോബിന്റെ, അപ്പൊ എനിക്ക് മനസ്സിലായി ജീവിച്ചിരുന്നതല്ലായിരുന്നു എങ്കിൽ അങ്ങനെ ഒരു അധ്യായത്തിൽ എഴുതി ചേർക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പലവട്ടം എനിക്ക് ഈ ജോബിന്റെ പുസ്തകം ഭയങ്കരമായിട്ട് ഇത് തോന്നിയിട്ടുണ്ട്, ഇത് കെട്ടുകഥയായിരിക്കാം, ഇതല്ലാതെ ചുമ്മാതെ ഇങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെ സഹിക്കൂ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ദേഹത്തൂടെ പുഴു കുത്തി ഇറങ്ങിയിട്ട് പോലും കർത്താവിനെ തള്ളി പറഞ്ഞില്ല എന്നല്ല, എന്നാലും കർത്താവിനോട് ചോദിച്ചിരുന്നു, എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ജോബ് ചോദിച്ചിരുന്നു. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഭാര്യ പോലും തഴഞ്ഞിട്ട് പോയ ഒരു മനുഷ്യനെ എന്താ പറയണ്ടേ, അത് കർത്താവിനെ തള്ളി പറഞ്ഞില്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഈ ജോബിന്റെ പുസ്തകം. ജോബിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് വേദന തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇത് എന്തൊരു മനുഷ്യനായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം ഓരോ മനുഷ്യരെ ഓരോ രീതിയിലും കൊണ്ടുവരുന്നത് പ്രത്യേക തരത്തിലായിരിക്കാം. ചിലവരെ അടിച്ച് പതപ്പിച്ചെടുക്കും, ചിലവരെ എന്താ പറയേണ്ടത് പല വെറൈറ്റി രീതിയിൽ കർത്താവിന് ചെയ്യേണ്ട ഉദ്ദേശമുണ്ട്. കർത്താവ് 2013 എനിക്ക് ചർച്ചിൽ വെച്ച് ഒരു വചനം തന്നായിരുന്നു, ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പൊന്നുപോലെ പുറത്തു വരുമെന്ന് കേട്ടപ്പോ, ഈ പൊന്നെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങള് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ പൊന്നെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി. അയ്യോ അതെടുത്ത് ദേഹത്ത് അണിയാനുള്ള ആ ഒരു ആവേശവും സന്തോഷവും ഉള്ള ആ ഒരു പൊന്ന്. അപ്പൊ ഈ പൊന്നെന്നുള്ള ഈ ഇത് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, കർത്താവേ ഞാൻ പൊന്നല്ലേ, പക്ഷെ ഈ പൊന്ന് ശോധന ചെയ്ത് വരുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാ. കാരണം അതിനെ അടിച്ച് പരത്തി, അതിനെ തീക്കകത്തിട്ട് ചുട്ട്, പിന്നെയും അതിനെ പിന്നെ അടിച്ച്, പിന്നെയും അതിനെ മനോഹരമാക്കി അണിയണമെങ്കിൽ ഇച്ചിരി പാടാ. അപ്പൊ ഈ പൊന്ന്
എന്റെ ഒരിത് സംഭവം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര 2013 ഞാനത് കേട്ടത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് പൊന്നെങ്ങനെയാണോ പുറത്ത് വരുന്നതെന്നുള്ളത് എന്റെ ജീവിതത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കി. പക്ഷെ ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ ഇങ്ങനെ ഒരു വിഷയത്തിനകത്തൂടെ കൊണ്ടുപോകാനായിരുന്നു, അല്ലെ ഇങ്ങനെ അനേകരോട് പറയാനായിരുന്നു എന്നുള്ളത് എനിക്ക് കുറെ മനസ്സിലായി തന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം ദൈവത്തോട് തോന്നുക. കാരണം എന്നെ പോലുള്ള ഒത്തിരി പേര് അകത്തിരുന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റാതെ, ദൈവത്തെ പുറത്തു പോയി ശുശ്രൂഷ കൊള്ളാൻ പറ്റാതെയും പെരയ്ക്കകത്തിരുന്ന് ഒരുപാട് വേദനപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവര് ദൈവത്തിന്റെ കൃപയാല് ഈ ദിവസങ്ങളിലെല്ലാം പുറത്തു വരും. താലന്ത് കുഴിച്ചിട്ടവനെ പോലെ ആകാതെ 5 താലന്ത് കയ്യിൽ കിട്ടിയവനെ പോലെ ഈ ദിവസങ്ങളിൽ അതങ്ങോട്ട് വർദ്ധിപ്പിക്കണം, വർദ്ധിപ്പിക്കണം. ഈ താലന്ത് കുഴിച്ചിട്ടവന്റെയൊക്കെ അവസ്ഥ പിന്നീട് അങ്ങോട്ട് വരുന്ന വാക്യങ്ങൾക്കകത്ത് നമ്മൾ കർത്താവ് പറഞ്ഞതൊക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷെ കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നു, താലന്ത് കുഴിച്ചിട്ടവനാകാതെ നമ്മുടെ കയ്യിലുള്ളത് എന്താണോ ദൈവം നമ്മളെ ഏൽപ്പിച്ചത് അത് ഈ ദിവസങ്ങളിൽ ശ്രേഷ്ഠമാക്കി കൊടുക്കത്തക്ക നിലവാരത്തിൽ കർത്താവ് എന്ന് ചോദിക്കാം, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ, ഇതാ കർത്താവെ, ഞാൻ ഇന്നത് നിനക്ക് വേണ്ടി ചെയ്തു എന്ന് പറയത്തക്ക നിലവാരത്തിൽ, ആ താലന്ത് വർദ്ധിപ്പിക്കത്തക്ക നിലവാരത്തിൽ ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എന്താ പറഞ്ഞ, അല്പത്തിൽ വിശ്വസ്തനുള്ളവയെ അധികത്തിൽ വിചാരകനാക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ആ കർത്താവ് പറഞ്ഞത് എന്തായിരുന്നു എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നു. കർത്താവ് അല്പം മാത്രമേ എന്റെ കയ്യിലുള്ളായിരുന്നു, പക്ഷെ ഞാൻ ആ അല്പത്തിൽ വിശ്വസ്തയായിരുന്നത് കൊണ്ട് കർത്താവ് ഈ ദിവസങ്ങളിൽ എന്നെ അധികത്തിൽ വിചാരകയാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകമായി എന്നെ കേൾക്കുന്ന ഒത്തിരി പേരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ എല്ലാം സാഹചര്യങ്ങൾ കൂടെ ഓരോരുത്തർക്കും പല സാഹചര്യങ്ങളായിരിക്കാം. ജീവിതത്തിനകത്ത് വന്നുപോയ സാഹചര്യങ്ങളെല്ലാം ക്രിസ്തുവിനെ അറിയാനുള്ള ഇതെല്ലാം ദൈവത്തെ അറിയാൻ ഒരു മുഖാന്തരമായിരുന്നു എന്ന് മാത്രം വിശ്വസിക്കുക. ബാക്കിയുള്ളതെല്ലാം ദൈവം ചെയ്തോളൂ. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. എനിക്കെതിരെ ഒരുപാട് പേര് നാക്കുകൊണ്ട് ഇപ്പോഴും സംസാരിക്കുന്നുണ്ടാവാം, ഇപ്പോഴും പറയുന്നുണ്ടാവാം. അന്യഭാഷയെ കളിയാക്കുന്നവരും അന്യഭാഷ പറയുമ്പോൾ അത് അങ്ങനെയാ ഇങ്ങനെയാണെന്ന് ഗോഷ്ഠി കാണിക്കുന്നൊക്കെ പറയുന്ന ഒത്തിരി പേര് ഞങ്ങളുടെ ചുറ്റുപാടിലും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ കളിയാക്കുന്നവരും ഉണ്ട്. പക്ഷേ ഒന്ന് മാത്രം അറിയാം, ഈ സത്യദൈവത്തെ നമ്മൾ സ്നേഹിച്ചാൽ, ഈ സത്യദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ കാണുന്ന കഷ്ടതയൊക്കെ വെറുതെയാണെന്നുള്ളത് ചിന്തിച്ച്, കാരണം ഇവരൊക്കെ എറിയുന്ന കല്ലുകളൊക്കെ നമുക്ക് നാളകളിൽ കഴുത്തിലണിയുന്ന ഹാരങ്ങളാക്കി ദൈവം മാറ്റും. കാരണം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് കർത്താവിന്റെ വചനം പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ജഡരക്തങ്ങളുടെ മേൽ നിന്നുകൊണ്ട് തന്നെ നമുക്കെതിരെ ശബ്ദമുയർത്തുന്ന വ്യക്തികള് ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ആയുധമാക്കി കർത്താവ് അവരെ മൂർച്ച കൂട്ടിയെടുക്കും. ആരൊക്കെ നമ്മളെ കല്ലെറിഞ്ഞോ, ആരൊക്കെ നമ്മളെ പരിഹസിച്ചോ, ആരൊക്കെ നമ്മളെ നിന്ദിച്ചോ, ഈ ദിവസങ്ങളിൽ എഴുതി വെച്ചോ അവരുടെ എല്ലാം പേരുകൾ. കാരണം ഞാൻ എഴുതി വെച്ചവളാ. ഇന്ന് എനിക്ക് പുറകെ നിൽക്കുന്നവരെല്ലാം ഇപ്പൊ ഞാൻ പോലും പരിഹസിച്ച വ്യക്തിയാ. അതാ ഞാൻ ഇപ്പൊ ഇത്ര ഇതായിട്ട് പറയുന്നത്. ഞാൻ പോലും ബന്ധുക്കോസ്തുകാര് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ട് ഞാൻ പോലും പരിഹസിച്ച ഒരു വ്യക്തിയെ, കൈയടിക്കുന്നതിനടുത്ത് എന്ത് കോപ്രായമൊക്കെയാണോ ഇവർ കാട്ടിക്കൂട്ടുന്നത് എന്ന് ചോദിച്ച അതേ എന്നെ എന്റെ കർത്താവിനെടുത്ത് ഉപയോഗിക്കാമെങ്കിൽ നമുക്കെതിരെ പറയുന്ന എത്ര പേരെയാ കർത്താവെ. അപ്പൊ നമുക്കെതിരെ സംസാരിക്കുന്നവരെ നമ്മൾ ഓർക്കണം, എന്റെ ദൈവം ഇവരെല്ലാം ക്രിസ്തുവിനെ അറിയാനുള്ളവരല്ലേ. ഇതൊക്കെ ഓർത്തൊന്ന് സന്തോഷിച്ചാൽ കിട്ടുന്ന ഒരു സമാധാനം ഭയങ്കര അത് എന്റെ കുടുംബത്തിനകത്ത് തന്നെ ഇഷ്ടംപോലെ നേരെ കർത്താവ് തൊട്ടല്ല തൊട്ടെടുത്തതെന്ന് ഞാൻ പറയത്തില്ല, തോണ്ടിയെടുത്തതേ ഞാൻ പറയത്തില്ല. കാരണം അതേപോലെ ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ എനിക്ക് തരാനുള്ള മെസ്സേജ് ഇത്രയേ ഉള്ളൂ. പറയാൻ എനിക്ക് അറിയത്തില്ല പറഞ്ഞു തരാനാ, എന്നാലും ഞാൻ പറയുക, അല്പത്തിൽ വിശ്വസ്തയായിരുന്നാൽ ദൈവം അധികത്തിൽ വിചാരകയാക്കും. കാരണം താലന്ത് ലഭിച്ച് കുറഞ്ഞു പോയോ കൂടിപ്പോയോ എന്നൊന്നും അല്ല, നമുക്ക് കിട്ടിയത് എത്രയുമാണോ അത് ഏറ്റവും ശ്രേഷ്ഠകരമായി ഉപയോഗിക്കാൻ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാം ഉപയോഗിക്കട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാ. ദൈവം എന്നെ പുറത്തെടുത്തതുപോലെ ഈ ദിവസങ്ങളിൽ ഹൈന്ദവ വിശ്വാസത്തിലുള്ള അനേകർ കാണുമായിരിക്കാം, എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. അല്ലാതെ വിശ്വാസത്തിൽ നിന്ന് വന്നവരായിരിക്കാം. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, നമുക്കെതിരെ ആരെങ്കിലും കൈ ചൂണ്ടിയാൽ അവരെ നമ്മൾ നിന്ദിക്കാൻ പോകല്ലേ. അവരെ നമ്മൾ സത്യം പറയാൻ ഞങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക്, പണ്ടൊക്കെ നമ്മൾ ഹിന്ദു വിശ്വാസത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പറയും, പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയും, കണ്ടോ അവരെനിക്കെതിരെ സംസാരിച്ചു, അതുകൊണ്ട് അവരെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. കർത്താവ് തന്നെ പറയുന്നുണ്ട്, നമുക്ക് അനുകൂലമല്ലാത്തവൻ നമുക്ക് പ്രതികൂലമാകുന്നത് എപ്പോഴാ. പൗലോസ് ചോദിക്കുന്നുണ്ട്, ആകാശത്തുനിന്ന് തീ ഇറക്കി നീ അവരെ അങ്ങ് ദഹിപ്പിച്ച് കളഞ്ഞുകൂടായോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ചോദിച്ചു, നമുക്ക് അനുകൂലമല്ലാത്തവർ നമുക്ക് പ്രതികൂലമാകുന്നത് നമുക്ക് അനുകൂലമല്ല, പക്ഷെ നമുക്ക് അവർ പ്രതികൂലവുമല്ല. ഈ ദിവസങ്ങളില് ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുന്നില്ലെന്ന് കണ്ട് കർത്താവ് അവരെ ശിക്ഷിക്കാൻ പോകുന്നില്ല. ഇപ്പൊ നമ്മുടെ ഭർത്താവ് നമുക്കെതിരെ തിരിയുക, ഇത് കണ്ടോ, നമ്മൾ ഡെയിലി പോയിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവെ എന്റെ ഭർത്താവ് എന്നും എന്നെ ഇങ്ങനെ, അല്ലെ എന്റെ സഹോദരി എന്നെ എന്നും ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുക, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കർത്താവൻ നമ്മുടെ സങ്കടം കേട്ടിട്ട് ഒരു സുപ്രഭാതത്തിൽ ചെന്ന് നമ്മുടെ ഭർത്താവിനിട്ട് ഒരു കൊട്ടു കൊടുക്കുക.
നമ്മൾ സഹിക്കുവോ? നമുക്ക് സഹിക്കാൻ പറ്റുമോ? നമുക്ക് സഹിക്കത്തില്ല. നമ്മുടെ സഹോദരിക്ക് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ കർത്താവിനോട് ചോദിക്കും, എന്തുവാ കർത്താവേ ഈ ചെയ്തത്? ഞാൻ അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് ഇങ്ങനെ ചെയ്യാവോ എന്ന് നമ്മൾ ചോദിക്കും. നമ്മൾ ചോദിക്കും, സത്യമായും ചോദിക്കും. കാരണം നമ്മളെ ഇസ്രായേൽ മക്കളുടെ കൂട്ടാ പെറുപെറുപ്പുള്ളവരാ നമ്മൾ കൂടുതൽ. നമ്മൾ എന്തെല്ലാം കണ്ടാലും നമ്മളെ പുറത്തുനിന്ന് എടുത്ത് നമ്മളെ അവിടുന്ന് കൊണ്ടുവന്ന് നമുക്ക് നല്ല അടിപൊളി എന്താ പറയണ്ടേ, എന്തുവാ പിന്നെ കടയും അപ്പവും ഒക്കെ തന്ന് നമ്മൾ മഞ്ഞയൊക്കെ തന്ന് നമ്മളെ അങ്ങ് പോഷിപ്പിച്ചാലും നമ്മൾ ഈ മിസ്രൈമി ദേശത്തെ ഉള്ളിക്കറി ഓർത്തിരിക്കും. നമ്മൾ അങ്ങനാ. നമുക്ക് എത്ര തന്നാലും നമ്മൾ ആ ഉള്ളിക്കറിയെ വിടത്തില്ല. നമ്മൾ പറയും അത്. നമുക്ക് നല്ല നല്ല കിടക്കാൻ നല്ല മെത്ത കർത്താവ് തന്നാലും ആ പഴയ കട്ടിലിന്റെ ആ തറയുടെ ആ സുഖം നമ്മൾ വിടത്തില്ല. പക്ഷെ അങ്ങനെയല്ല ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്. ദൈവം നമുക്ക് ശ്രേഷ്ഠമായ ചിലത് തരുമ്പോൾ എന്റെ ജീവിതത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമുക്ക് ദൈവം ചിലത് ശ്രേഷ്ഠത ഒരുക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്ത്, ഞാനും ഭാരപ്പെടാറുള്ള വ്യക്തിയാണ്. എങ്കിൽ പോലും എനിക്ക് ഇപ്പൊ കുറച്ച് ചിന്തകൾ കർത്താവ് തന്നതുകൊണ്ടായിരിക്കാം, ഇപ്പൊ ഞങ്ങൾ ഈ വചനം പഠിക്കുന്നത് കൊണ്ടായിരിക്കാം ദൈവം ഞങ്ങളെ ശ്രേഷ്ഠമായി നടത്തുന്നുണ്ട്. കാരണം ഇപ്പൊ ഞങ്ങൾ എന്ത് പഠിച്ചാലും ഞങ്ങൾ എന്ത് ചെയ്താലും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഏതെങ്കിലും വചനത്തിൽ കൂടെ പോയാൽ അന്ന് വൈകുന്നതിനുള്ളിൽ പിശാച് ഞങ്ങളെ തോണ്ടും. അതേ വചനം ഇട്ട് തോണ്ടുമ്പം അയ്യോ ഈ വചനം ഓർമ്മ വരും, നമുക്കത് പറയാൻ പറ്റത്തില്ല, അയ്യോ നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം എങ്ങനെ പറയാൻ പറ്റും? ഞാനത് പറഞ്ഞു കൊടുത്തതല്ലേ, നിങ്ങളത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അന്ന് വൈകിട്ട് പിശാച് എന്നെ ഇട്ട് കുത്തും. കർത്താവിനോട് എന്നിട്ട് ഇയ്യോബിന്റെ അടുത്ത് ചെന്ന് അതേ പിശാച് കർത്താവിനോട് എന്നിട്ട് പറയും, അതേണ്ട അവള് വീണ്ടും പറയും എന്ന് പറഞ്ഞു നോക്ക് എന്ന് പറയാം. എന്നാ പിന്നെ നീ അവളെ ഒന്ന് കുത്തി നോക്കാനെന്ന് കർത്താവ് ഏൽപ്പിച്ചു കൊടുത്താലും ശരി, കർത്താവിനറിയാം ഞാൻ, കാരണം വചനമാണ് സത്യമാ. വചനം ദൈവമാകുന്നു. വചനത്തിലൂടെയാണ് നമ്മൾ ഈ ജീവിതത്തിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വചനമെല്ലാം ദൈവമാണ്. ആ വചനം നമ്മളെ ജീവിപ്പിക്കും. അതുകൊണ്ട് എനിക്ക് വിശ്വാസത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ പുറകെ നിൽക്കുന്ന, നമ്മളെ അമ്പെയ്യുന്ന, നമ്മളെ കുത്തുന്ന, നമുക്കെതിരെ ദുർവർത്തമാനം പറയുന്നവരെല്ലാം ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെക്കാൾ ശ്രേഷ്ഠമായി ഉപയോഗിക്കും. അതിനു വേണ്ടിയിട്ടല്ലേ നമ്മളെ തെരഞ്ഞെടുത്തത്, അതിനു വേണ്ടിയിട്ടല്ലേ നമ്മളെ നിർത്തിയത്. അതുകൊണ്ട് നമുക്കെതിരെ സംസാരിച്ച ഭർത്താവിനോട്, നമുക്കെതിരെ സംസാരിച്ച മക്കളോടും, നമുക്കെതിരെ സംസാരിക്കുന്ന പുരോഹിതന്മാരോടും, നമുക്കെതിരെ സംസാരിക്കുന്ന പാസ്റ്റർമാരോടും ഒന്നും നമുക്കൊന്നും പറയാനില്ല. കാരണം നമ്മളെ ഒരുക്കുന്നത് ക്രിസ്തുവാ. നമ്മൾ എങ്ങനെ പുറത്തു വരണമെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരുപാട് ശോധനയിലൂടെ പുറത്തു വന്ന ഒരു വ്യക്തിയാണ്. പല പ്രാവശ്യവും കർത്താവിനെ ഇട്ടിട്ട് പോകാം എന്നുള്ള അവസ്ഥയിൽ പോലും ഞാൻ എന്നുവെച്ചാൽ പോകാമായിരുന്നു എന്ന് ചിന്തിച്ച സാഹചര്യങ്ങളിൽ പോലും ദൈവം എന്നെ മുറുക്ക പിടിച്ചു. ഞാൻ പോയിരുന്നു, കർത്താവ് എന്നെ വിടത്തില്ല. കാരണം എന്നെ കൊണ്ട് എന്റെ കർത്താവിന് ആവശ്യമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആഴത്തിൽ കിടന്ന ഒരു വിത്തിന് പുറത്തു വരാൻ ഒരു വെള്ളവും ഒരു വെളിച്ചവും ഒരു ജലവും എല്ലാ കാറ്റും മഞ്ഞും മഴയും എല്ലാം ആവശ്യമായിരുന്നു. അതുകൊണ്ട് ആഴത്തിൽ കിടന്ന് എന്നെ പൊക്കിയെടുക്കാൻ ദൈവം ഉപയോഗിച്ച വ്യക്തികൾക്കായി എല്ലാം ഞാൻ ദൈവത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനകത്ത് എന്നെ മുറിവേൽപ്പിച്ചവരുണ്ടാവാം, എന്നെ നല്ലത് പറഞ്ഞവരുണ്ടാവാം, എന്നെ ചതച്ചവരും ഒടിച്ചവരും എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ വിശ്വാസത്തോടെ പറയുകയാ, ചതഞ്ഞതും ഒടിഞ്ഞതും മുറിഞ്ഞതും ഒന്നും എന്താ ദോഷത്തിനല്ലായിരുന്നു, നല്ലതിനായിരുന്നു. അതത് ഏറ്റവും ശ്രേഷ്ഠമായതിനായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ അല്പത്തിൽ വിശ്വസ്തയായിരുന്നാൽ നിങ്ങളെല്ലാം ദൈവം അധികത്തിൽ വിചാരകയാക്കും. മറച്ചു വെക്കാതെ ഈ ദിവസങ്ങളിൽ മറച്ചു വെച്ചാൽ എല്ലാം പുറത്തു വരും, അത് കർത്താവ് കൊണ്ടുവരും. പക്ഷെ നമ്മൾ തന്നെ പുറത്ത് കൊണ്ടുവരുമ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠമായത് വേറൊന്നുമില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ വിശ്വസ്തയോടെ റാണി പാസ്റ്റർ തിരിച്ചേൽപ്പിക്കുക. കാരണം ദൈവത്തില് എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, ദൈവത്തെ വിശ്വസ്തയോടെ മുന്നോട്ട് പോവുക, ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിച്ചവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ എല്ലാം നന്മയ്ക്കാണെന്ന് വിശ്വസിക്കുക. വിത്ത് വരും, പുറത്ത് വരാതെ കിടക്കുന്ന വിത്തും ഈ ദിവസങ്ങളിൽ നിന്ന് ആഴത്തിൽ വെള്ളമെല്ലാം ചെല്ലുമ്പോൾ, ആഴത്തിൽ വചനം ചെല്ലുമ്പോൾ, ആഴത്തില് വചനം ചെല്ലുമ്പോൾ അതെല്ലാം പുറത്ത് വന്ന് നല്ല വൃക്ഷമാകും. വൃക്ഷമാകുന്നത് മാത്രം പോരാ, അതിന് നല്ല ഫലം കായ്ക്കണം. ആകാത്തതിനെല്ലാം കർത്താവ് തീയിലിട്ട് ചുട്ട് കളയുമെന്ന് വചനം പറയുന്നു. പക്ഷെ നല്ല ഫലം കായ്ക്കണം. നല്ല ഫലം കായ്ച്ചു അനേകർക്ക് ഒരു വാസസ്ഥലമാക്കി ഇരുപ്പാൻ ദൈവം നമ്മളെ എല്ലാം ധാരാളമായി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിൽ നിർത്തുന്നു. സ്തോത്രം.